മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതത്തിൽ വീണ്ടും ദൈവവചനവുമായിട്ട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിച്ച വലിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്മൾ ധ്യാനിക്കുന്ന ഈ ഭാഗത്തിനായിട്ട് നന്ദി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു ദൈവവചന ഭാഗമാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മൾ ചിന്തിച്ചത് കർത്താവിന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഏലിയാവ് നേരത്തെ വരണമെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എന്നുള്ള കാര്യത്തിന് കർത്താവ് ഉത്തരം പറയുകയും കർത്താവ് യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്നലെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ഒരു സംഭവമാണ് ഈ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ അറിയാം. കാരണം കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ചന്ദ്രരോഗമുള്ള ലൂണാറ്റിക് എന്ന് ദൈവദാസൻ പറഞ്ഞല്ലോ, അവർക്ക് ശിഷ്യന്മാർക്ക് അവരെ മകനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. കർത്താവ് അവരെ ശാസിക്കുന്നു, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ എന്ന് കർത്താവ് അവരെ ശാസിക്കുകയും യേശു ഭൂതത്തെ ശാസിച്ച് അത് അവനെ വിട്ടുപോയി എന്ന് പറയുകയും ചെയ്യുന്ന ഭാഗം നമുക്ക് കാണാം. അതിനുശേഷം ശിഷ്യന്മാര് വന്നിട്ട് കർത്താവ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് പുറത്താക്കി കൂടാഞ്ഞത് എന്ന് ചോദിച്ചു. നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം നിങ്ങൾക്ക് കടുകുമണിയോ നിമിത്തം അത്രേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്ക് ഒന്നും അസാധ്യമാവുകയില്ല. എന്നാലും അതിനോട് ചേർന്ന് ബ്രാക്കറ്റിൽ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നു നമുക്ക് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നുള്ളത്. നമുക്കറിയാം ഈ ബ്രാക്കറ്റ് ഇട്ടേക്കുന്ന ഭാഗം എല്ലാ മാനുസ്ക്രിപ്റ്റ്സിലും ഒരുപോലെ ഇല്ല എന്നുള്ള ഒരു നിലയിലാണ്, വളരെ സത്യസന്ധമായിട്ട് അതവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാം. നോക്കിയാട്ടെ, നമുക്ക് പെട്ടെന്ന് ഈ ഭാഗം വായിച്ചു നോക്കുമ്പോൾ വിശ്വാസം അത് വർദ്ധിപ്പിക്കണം. നമ്മൾ ആരോഗ്യം വർദ്ധിപ്പിക്കുക, ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ ഒരു ഇത് കേട്ടപ്പോൾ ഞാൻ അവിടെ പറയുമായിരുന്നു, നമ്മൾ ഈ കൊളസ്ട്രോളിനൊക്കെയുള്ള ഗുളിക കഴിക്കുമ്പം അത് നമ്മുടെ ഓർമ്മശക്തിയെയും കൂടെ ബാധിക്കും എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ഓർമ്മ കൂട്ടാൻ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറയുന്നത് പോലെ ഇനി വിശ്വാസം കൂട്ടാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലൊരു ചോദ്യം ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കർത്താവ് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് അവിടെ പറയുമ്പോഴും കർത്താവ് അവരോട് പറയുന്നത് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മതി. അപ്പം ഒരു സ്ഥലത്ത് നമുക്ക് കാണാം അല്പവിശ്വാസം നിമിത്തം അത്രേ എന്ന് പറയുന്നതും കാണാം, അതുപോലെ തന്നെ കാണാം കടുകുമണിയോളം മതി എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ മണിയാണല്ലോ, അന്നറിയപ്പെട്ടിരുന്ന ധാന്യങ്ങളിൽ ഏറ്റവും ചെറുതായിരുന്നല്ലോ ഈ കടുകുമണി. അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മതി എന്നും കൂടെ പറയുമ്പം എന്താണ് കർത്താവ് അവിടെ അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് പലപ്പോഴും വ്യാഖ്യാനിച്ച് എടുക്കാനായിട്ട് ചില അവസരങ്ങളിൽ ഇച്ചിരി പ്രയാസം തോന്നും. കാരണം എന്താ കർത്താവ് ഇങ്ങനെ പറയുന്നത്? കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മതി, എന്നാൽ നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ എന്നുള്ള സാഹചര്യം നമുക്ക് അവിടെ കാണാനായിട്ട്. എന്നാൽ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. എന്താ കർത്താവ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം? നമുക്കറിയാം 3 പേരെയും വിളിച്ചുകൊണ്ട് മറുവമലയിൽ കയറി പോയപ്പോൾ തന്നെ അവരുടെ ഇടയിൽ ഒരു പ്രശ്നമുണ്ടായി. നമുക്കറിയാം അവിശ്വാസവും കോട്ടവുമുള്ള തലമുറ, അവിശ്വാസവും ദുഷ്ടതയുമുള്ള തലമുറ എന്നൊക്കെ പല സ്ഥലങ്ങളിൽ കർത്താവ് ഈ തലമുറയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും അതുപോലെ ആ നിലയിലുള്ള കാര്യങ്ങൾക്കൊന്നും ഈ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല. അത് അവന്റെ ഹൃദയത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാക്കാൻ കഴിയാതെ വണ്ണമുള്ള ഒരു അനുഭവത്തിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ. വിശ്വാസത്തെ പറ്റി ഒത്തിരി പറയുന്ന ആൾക്കാരുണ്ട്, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ക്രിസ്തീയ ഇതര ആയിട്ടുള്ള സമൂഹങ്ങളിലും ഒക്കെ വിശ്വാസം എന്ന് സാധാരണഗതി പറയുന്നതാ. സയന്റിഫിക് ആയിട്ട് പോലും സൈക്കോളജിക്കലായിട്ട് പോലും പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് അത് ഇതെന്നൊക്കെ പറഞ്ഞുള്ള പല നിലയിലുള്ള പഠിപ്പിക്കലുകൾ ഉള്ളതായിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്കറിയാമല്ലോ, നമ്മുടെ പലരും പറയുന്നത് നമ്മുടെ ഈ മെന്റൽ പവർ അങ്ങോട്ട് കൂട്ടി അത് മെഡിറ്റേഷൻ കൊണ്ട് മറ്റു പല കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മാനസികമായ ശക്തി അങ്ങനെ കൂട്ടി നമ്മളിലുള്ള ചില ഗുണങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വളർന്നു വരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. നമുക്കറിയാമല്ലോ, ഈ ധ്യാനം അല്ലെങ്കിൽ ഈ പറയുന്ന പോലുള്ള ചില മെഡിറ്റേഷനുകൾ, യോഗ ഇതുപോലുള്ള കാര്യങ്ങളും പറയുന്നത്
നമ്മളിൽ ദൈവത്വമുണ്ട്. ഈ ദൈവത്വത്തെ ഒരു 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 കനലുള്ള ഒരു അടുപ്പിന്റെ ഉള്ളിൽ അതിങ്ങനെ അതിനെ ഊതി 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 കത്തിച്ചു കൊണ്ടുവരുന്നത് പോലെ യോഗാസനങ്ങളിലൂടെയും മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്തും നമ്മളെ തന്നെ നിയന്ത്രിച്ചും ഒക്കെ ഇങ്ങനെ അത് ബ്രിങ്ങപ്പ് ചെയ്യും. അത് ഉയർത്തിക്കൊണ്ട് വന്നു കഴിയുമ്പം നമുക്ക് ചില മാനസികമായിട്ടുള്ള ചില ശക്തികൾ നമുക്ക് കിട്ടും എന്നുള്ള നിലയിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പം ഇതൊക്കെയാണ് പൊതുവെ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ. ഈ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് ഒത്തിരി നമ്മുടെ ഇടയിൽ പല ആൾക്കാരുടെ ഇടയിലും പ്രചാരത്തിലിരിക്കുന്നത്, വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല അവിശ്വാസികളുടെ ഇടയിലും. നമ്മളുടെ വിശ്വാസം എന്തായിരിക്കണം? എബ്രായ ലേഖനത്തിലെ 11:1 വരെ സെക്യുലർ ആയിട്ടുള്ള വേൾഡിൽ അത് കോട്ട് ചെയ്യപ്പെട്ട് ഞാൻ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള മാനുഷികമായിട്ടുള്ള മനസ്സിന്റെ ശക്തിയെക്കുറിച്ചല്ല ഈ വിശ്വാസം എന്ന് പറയുമ്പം നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ എന്തെങ്കിലും കഴിവുകൾ കൊണ്ടോ ചില സൂത്രവാക്യങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ എന്തെങ്കിലും ശ്രേഷ്ഠതകൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന, ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല ഈ വിശ്വാസം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കുമ്പോഴാണ് കർത്താവ് ഈ കടുകുമണിയോളം എന്ന് പറഞ്ഞതിന്റെ സാങ്കത്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമേ ഞാനൊരു മറന്നുപോയാൽ നേരത്തെ പറയാനുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞേക്കാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സോഴ്സിനോട് നമ്മൾ ഒരു ഇലക്ട്രിക് സോഴ്സോ അങ്ങനെയുള്ള ഒരു സോഴ്സിനോട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുക. നമ്മൾ ബന്ധപ്പെട്ടിരുന്നത് എങ്ങനെയാത്? ഒരു വയർ മുഖാന്തരമോ ഒരു കണക്ഷൻ മുഖാന്തരമോ ഒരു സ്വിച്ച് മുഖാന്തരമോ ഒക്കെയാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അങ്ങനെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവിടെ ചെറിയ കണക്ഷൻ എന്നോ വലിയ കണക്ഷൻ എന്നോ ഉള്ള വ്യത്യാസമില്ല. ആംബിയറൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വണ്ണമുള്ള വയറൊക്കെ വേണം എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം നമുക്കറിയാം. അത് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ദേ ആർ കണക്റ്റഡ്, അത് ആ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് ചില എക്സ്ട്രാ മെന്റൽ പവർ ഉള്ളത് കൊണ്ട് അവർക്ക് ദൈവത്തോട് അറിയാനും അവരുടെ ജീവിതത്തിൽ ചില വിശ്വാസങ്ങളും പ്രതിസന്ധികളെയൊക്കെ വിശ്വാസം മൂലം അവർക്ക് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ കഴിയുന്നു. മറ്റുള്ളവർക്ക് ചില പവർ ഇല്ല, അവർക്ക് അതുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ പലരും എത്തും. ഈ ശിഷ്യന്മാര് പറഞ്ഞ പോലെ തന്നെ നമുക്കും ചിലപ്പം കർത്താവിനോട് പറയാൻ തോന്നും, എന്റെ പൊന്നു കർത്താവെ ഇച്ചിരി വിശ്വാസം കൂട്ടിത്താ കർത്താവെ, നിന്നെ വിശ്വസിക്കാൻ സാധിക്കും. ഇവിടെ ആ കുഞ്ഞിന്റെ പിതാവ് മർക്കോസിന്റെ സുവിശേഷത്തിലാന്ന് തോന്നുന്നു അദ്ദേഹം ആവശ്യപ്പെടും, എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ, കാരണം നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ചെയ്യ് എന്ന് കർത്താവിനോട് പറഞ്ഞപ്പം അത് കർത്താവ് എന്നാൽ വല്ലതും കഴിയുമെന്നോ ദൈവത്തിന് സകലവും സാധ്യം എന്നവിടെ പറയുന്ന വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന് 22-ാം വാക്യം തൊട്ട് വായിക്കുന്നത് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവർക്ക് സകലവും കഴിയും എന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ കർത്താവ് അതിനെ ശാസിച്ചു പുറത്താക്കുന്നതും ആ കുഞ്ഞു മരിച്ചുപോയി എന്ന് പറവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെ ആയി. എന്നാൽ കർത്താവ് അതിനെ കൈക്ക് പിടിച്ച് നിവർത്തി നിർത്തി എന്നുള്ള ഭാഗമാണ് തുടർന്ന് നമുക്ക് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. നോക്കിയാട്ടെ. അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. കർത്താവ് കടന്നു വന്നിട്ട് അതിനുള്ള ചില കാരണങ്ങൾ എന്താണെന്ന് കർത്താവിനോട് അത് ചോദിക്കുമ്പം നമുക്ക് കാണാം. നമുക്കറിയാം അവിടെ പാപം മനുഷ്യനെ പ്രവേശിച്ചപ്പം അവനിലുണ്ടായ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്തായിരുന്നു, അതിന്റെ കാരണം എന്തായിരുന്നു? അത് ഒറ്റ വാക്കിൽ ഒരു നിലയിൽ പറഞ്ഞാൽ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഗോഡ് സെന്റേഡ് ആയിരിക്കേണ്ട മനുഷ്യൻ സെൽഫ് സെന്റേഡ് ആയി. അവിടെയാണ് അതിന്റെ വലിയൊരു ഷിഫ്റ്റ് ഓഫ് ഫോക്കസ് വരുന്നത്. ഷിഫ്റ്റ് ഓഫ് അതിന്റെ എവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമോ അതിനുള്ള ഒരു വ്യത്യാസം വരുന്നത് ആ പാപത്താൽ മനുഷ്യൻ വീണു പോകുമ്പോൾ. അതുകൊണ്ട് തന്നെ കർത്താവ് അവരോട് പറഞ്ഞു, എന്തുകൊണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ കർത്താവിന്റെ പെട്ടെന്നുള്ള പ്രതികരണം, അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. അപ്പൊ വിശ്വാസം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ദൈവവചനം ഇതൊക്കെ കാണുമ്പോഴും അറിയുകയും ചെയ്യുമ്പോഴും അതുകൊണ്ട് എനിക്കെന്തുണ്ട് ഗുണം, അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള നിലയിലാണ് അവർ ഈ വിശ്വാസത്തെ കാണുന്നത്. നമ്മളും പലപ്പോഴും കാണുന്നു എന്നുള്ളതാണ് നമ്മുടെയും പ്രശ്നം.
അത് ഗോഡ് സെന്റേഡ്, ക്രൈസ്റ്റ് സെന്റേഡ് ആയിരിക്കേണ്ട ആ ഒരു വിശ്വാസം അത് സെൽഫ് സെന്റേഡ് ആക്കി മാറ്റുകയും, അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു നന്മയോ വിടുതലോ നമ്മുടെ വിശ്വാസമോ വിശ്വാസ ജീവിതം കൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ വരുന്നു. പലപ്പോഴും പ്രതിസന്ധികളുടെ മുന്നിൽ നമ്മൾ നമ്മളെ തന്നെ വിറങ്ങലിക്കുന്നവരായിട്ട്, ഉത്തരമില്ലാത്തവരായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നു. നമുക്കറിയാമല്ലോ, വിശ്വാസം എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെന്നും അത് ദൈവം കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഇതിനു മുമ്പ് ദൈവം നമ്മളോട് ഇടപെട്ടിട്ടുള്ളതുമായിട്ടുള്ള ആ അനുഭവങ്ങളിലൂടെ അത് മനസ്സിലാക്കുകയാണ്. അബ്രഹാം എന്തുകൊണ്ട് അത്ര ഈസി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയതിന്റെ കാരണം ഈ ഏകൻ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരെക്കുറിച്ച് വാഗ്ദത്തം ലഭിച്ചുവോ അവനെ അർപ്പിക്കാൻ അവിടെ പറഞ്ഞേക്കുന്നത്, അവനെ അർപ്പിക്കാനാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന തന്റെ ദൈവം എന്ന് 4-ാം അധ്യായം റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുക. അപ്പൊ അദ്ദേഹത്തിൽ വ്യാപരിച്ച വിശ്വാസം അതാണ്. ആരെക്കുറിച്ച് ഈ വാഗ്ദത്തങ്ങൾ ലഭിച്ചുവോ അതേ വ്യക്തിയെ അതേ കർത്താവ് കൊണ്ടുപോയി യാഗം കഴിക്കാൻ പറയുമ്പം അതിന്റെ സാങ്കത്യം എന്താണെന്നും, എന്റെ കർത്താവിന് അത് ഇനി യാഗം കഴിച്ചാൽ പോലും ദൈവത്തിനൊരു വഴിയുണ്ടെന്നും, ഇത് ദൈവത്തിന്റെ കാര്യമാണെന്നും എന്റെ കാര്യമല്ലെന്നും, എന്റെ കാര്യം നടക്കുകയോ ഇല്ലയോ, എന്റെ കൊച്ചു ജീവിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഗോഡ് സെന്റേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന് ദൈവനാമ മഹത്വത്തിന് അത് ഇടയായി തീരും എന്നുള്ള ഒരു ഉറപ്പിലും, പ്രതികൂലങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കാണുന്നതൊക്കെ പ്രതികൂലമാണെങ്കിലും അതിൽ വാടിപ്പോവുകയല്ല, ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് തന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ അറിയാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാ ഒരു ദൈവഭക്തൻ പോകുന്നത്. നമുക്ക് പലപ്പോഴും പോരാട്ടം ഉണ്ടാകുന്നതിന്റെ കാര്യം, വിശ്വാസം എന്ന് പറഞ്ഞാലും അത്ഭുതം എന്ന് പറഞ്ഞാലും എല്ലാം നമ്മുടെ എന്തോ നന്മയ്ക്കും, അതുകൊണ്ട് നടക്കുവോ എന്നുള്ള ആ ഒരു ഭാരത്തിലും നമ്മൾ ആയിരിക്കുന്നത് കൊണ്ട് അതൊരു വെറും ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള മാനുഷികമായിട്ടുള്ള ഒരു മെന്റൽ പവറിന്റെ എക്സസൈസ് മാത്രമാണ്. അത് പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ ഉൽപ്പാദിതമാകുന്നതായിട്ടുള്ള ഒരു വിശ്വാസമല്ല. കാരണം അതാ വീണുപോയ മനുഷ്യന്റെ അതേ സ്വഭാവത്തിൽ കാര്യങ്ങളെ കാണുകയും നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ശ്രേഷ്ഠതയ്ക്കും എനിക്കത് ലഭിക്കുമോ, എനിക്ക് കിട്ടുമോ, എനിക്കെന്നാ പറ്റും, ഈ നിലയിൽ കാര്യങ്ങളെ ഉത്കണ്ഠാകുലമായിട്ട് കാണുന്നത് കൊണ്ട് പലപ്പോഴും നമ്മളിൽ വ്യാപരിക്കുന്ന ആ ഭാവത്തെ വിശ്വാസമെന്ന് ദൈവത്തിന്റെ വചനം അനുസരിച്ച് പറയാനായിട്ട് കഴിയത്തില്ല. ദിസ് ഈസ് ഗോഡ്സ് ബിസിനസ്. ദൈവത്തിന്റെ കാര്യമായി ഇത്. ദൈവം കാര്യങ്ങളെ പറഞ്ഞ് ദൈവം നിവർത്തിപ്പാനും ശക്തൻ എന്ന് ദൈവസന്നിധിയിൽ ദൈവത്തെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ അത് വലിയ വിജയ ശ്രീലാളിതനായിട്ട് ജീവിക്കുന്ന ഒരുത്തനൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അബ്രഹാമിനെ പോലെ പല ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ശാസന ലഭിച്ചിട്ടുള്ള വിശ്വാസികളുടെ പിതാവ് ആണെങ്കിൽ പോലും അദ്ദേഹം സിമ്പിളായിട്ട് ഈ കാര്യങ്ങളെ കാണാനായിട്ട് ഇടയായി തീർന്നു. ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ, തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തിയത് ഓർക്കുമ്പോൾ, ഈ ശിഷ്യന്മാരോടുകൂടെ തന്നെ കർത്താവ് ഇരുന്ന പല അനുഭവങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പം അവർക്ക് ഒരു കാര്യത്തിൽ ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം 4000 പേരെ അപ്പം കൊണ്ട് പോഷിപ്പിച്ച ആ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ഒരു ചില മാസങ്ങൾക്ക് മുന്നേ, ആഴ്ചകൾക്ക് മുന്നേ കർത്താവ് അതുപോലെ ഒരു അത്ഭുതം ചെയ്തതേ ഉള്ളൂ. എന്നാൽ ഈ കർത്താവ് അങ്ങനെ ഇതുവരെ നടത്തിയ ഈ കർത്താവിന് ഞങ്ങളെ നടത്താൻ കഴിയും. ഹി ഹാസ് ഗോട്ട് എ സൊല്യൂഷൻ എന്നുള്ളത് ആഴമായിട്ട് ഏറ്റെടുക്കാനും അത് കൺഫസ് ചെയ്യാനുമായിട്ട് കഴിയുന്നില്ല എന്നുള്ളത്. ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത് അത് തന്നെയാ. അവര് പറഞ്ഞതിലൊന്നും ഒരു തെറ്റുമില്ല. തെറ്റില്ലെങ്കിലും ഈ അത്യുന്നതനായ സർവശക്തനായ ദൈവത്തെയും കൂടെ ഈ അക്കൗണ്ടിലോട്ട്, ഈ കാര്യത്തിലോട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിയത്തില്ല, ഞങ്ങളുടെ കഴിവല്ല, എന്നാൽ എന്റെ ദൈവത്തിന് എന്ത് സാധിക്കും, ചെങ്കടൽ പിളർന്നവന്, ഫറവോന്റെ അവിടുത്തെ ആദിജാതന്മാരെ സംഹരിച്ചവന്, അതുപോലെ മറ്റു പല മാറായ മധുരമാക്കിയവന്, മരുഭൂമിയിലുടനീളം നമ്മളോടുകൂടി ഇരുന്ന ഈ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവര് പറയേണ്ടതിന് പകരം അവര് കേവലം തങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് അവിശ്വാസത്തിൽ അവർ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസം എന്ന് പറയും ഈ ശിഷ്യന്മാരെ കുറിച്ചും കർത്താവ് കാരണം നമ്മൾ സെൽഫ് സെന്റേഡ് ആയിരിക്കുന്നിടത്തോളം നമ്മുടെ വീഴ്ചയുടെ ഫലമായിട്ടുണ്ടായ നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുകയും നമ്മളെ ഇതാക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം ഒരിക്കലും ശരിയായ നിലയിലുള്ള ഒരു വിശ്വാസം നമ്മളിൽ വ്യാപരിക്കത്തില്ല. അത് തന്നെയാണ് ഈ ശിഷ്യന്മാരിലും വ്യാപരിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ സെൽഫ് സെന്റേഡ്നെസിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായ ചില പ്രശ്നങ്ങളാ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഒത്തിരി വ്യക്തമായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. കർത്താവ് താഴെ ഇറങ്ങി വരുമ്പം അവരുടെ പ്രധാന പ്രശ്നം ഈ മോനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പൻ പറയുമ്പോഴാണ് അറിയുന്നത്. അവർക്ക് അതിനേക്കാളും വലിയ ചില പ്രശ്നങ്ങൾ ചിന്തിക്കാനുണ്ട്.
അവരുടെ പ്രശ്നം നമ്മുടെ കൂട്ടത്തിൽ നിന്നും 12 പേരുള്ളതിൽ 3 പേരെ വിളിച്ചുകൊണ്ട് മീതലോട്ട് പോയി. അവരവിടെ എന്നാ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അവരെ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പായിട്ട് കൂട്ടിയേക്കുന്നു. ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ ഇനി നമ്മുടെ നേതാവായിട്ട് വെക്കാൻ പോകുന്നത്? അത് പത്രോസിനെ ആണോ, യോഹന്നാനെ ആണോ, അതോ ജെയിംസിനെ ആണോ? അങ്ങനാണെങ്കിൽ നമ്മൾ വിടത്തില്ല. അല്ലെങ്കിൽ അവന്മാരെ അങ്ങനെ ആളാകാൻ സമ്മതിക്കത്തില്ല. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മുടെ ആത്മീയ ഗോളത്തിലുള്ള നമ്മുടെ ചില എതിർപ്പുകാരെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാ. അതാ എന്റെ രസം. നമ്മുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാ ഇതിനെ എതിർക്കുന്നത്. വേറെ ആരും വന്ന് എതിർക്കണ്ട. നമുക്ക് ഏറ്റവും നീരസമുള്ളത് ആരോടാ? ഒരുപക്ഷെ നമ്മുടെ അടുത്ത് സഭായോഗത്തിൽ നമ്മുടെ പായൽ ഇരിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തി, ഇങ്ങനെയുള്ളവരോടൊക്കെയാ നമ്മുടെ കൂടുതൽ നീരസം നമുക്ക് തോന്നുന്നത്. പുറമേ ഉള്ള ഒരു വ്യക്തിയോടൊന്നും അല്ല പലപ്പോഴും തോന്നുന്നത് എന്നുള്ളത് നമുക്ക് വളരെ പരിചയമുള്ള കാര്യമാണല്ലോ. അപ്പം ഈ 12 പേരുണ്ടെങ്കിലും ആര് വലിയവൻ എന്നുള്ളൊരു വിഷയം അതിനെ തുടർന്ന് അവിടെ വ്യാപരിക്കുന്നതും, ഈ 3 പേരെ മാത്രം വിളിച്ചോണ്ട് പോയത് കൊണ്ട് അവർക്ക് ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായതായിട്ടും തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ 3 സുവിശേഷങ്ങളും വായിച്ചു നോക്കുമ്പം നമുക്ക് കാണാനായിട്ട് കഴിയും. എന്താ ഇത് ഉണ്ടാകാനുള്ള കാരണം എനിക്ക് നേതാവാകണം, അല്ലെങ്കിൽ നേരത്തെ കർത്താവ് മരിക്കും, അടക്കപ്പെടും, ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെ അവർക്ക് ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ ശാസിക്കുന്ന നിലവാരം വരെ പോയതിന്റെ കാര്യം എന്താ? അവരുദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു മരണവും അടക്കവും പുനരുത്ഥാനവും ഒന്നുമല്ല അവരുദ്ദേശിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതികൾ അങ്ങനെ നിറവേറുന്നതിനല്ല, അങ്ങനെ ആകാതെ ദൈവത്തിന്റെ പദ്ധതി നിറവേറുകയും അവരൊരു ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരു ഐക്യത ഇല്ലെങ്കിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? കാരണം ഇതൊരു സ്വർഗീയ ഭവനത്തിലാണ് നമ്മളായിരിക്കുന്നത്, ദൈവിക ഭവനത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമുക്ക് നമ്മുടെ പല സഹോദരങ്ങളെയും പലരുടെയും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പലരുടെ പ്രവർത്തികളൊക്കെ. എന്നാൽ തന്നെയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യേണ്ടത് ദൈവസന്നിധി നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ആരെ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമ്മളെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. ആരെങ്കിലും വിധി എഴുതി ലേബലൊട്ടിച്ച് മാറ്റിയിരുത്താനും ദൈവം അനുവദിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മൾ ഇന്ന് വളരെ വിഷമകരമായിട്ട് തോന്നുന്ന വ്യക്തികളെന്ന് കാണുന്നവർ തന്നെയാ ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി രൂപാന്തരപ്പെട്ട ശേഷം അവരെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാധ്യതയും കൂടെ ഓരോ വ്യക്തിയെക്കുറിച്ചും കാണണം. നമ്മുടെ പുറത്ത് ഉള്ള നമ്മളെ വിശ്വാസം നിമിത്തം നമ്മൾ എതിർക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചും നമ്മൾക്കുള്ള കാഴ്ചപ്പാട് എന്താ? കർത്താവേ, നിന്റെ സ്നേഹം അറിയേണ്ടതുപോലെ ഈ വ്യക്തികളൊന്ന് അറിഞ്ഞാൽ എന്തുമാത്രം വലിയൊരു രൂപാന്തരമായിരിക്കും അവരുണ്ടാകുന്നത്. കർത്താവ്, എനിക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും കർത്താവെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സാധ്യതകളും സ്കോപ്പും ഉള്ള വ്യക്തികളാ നമ്മൾ ഏറ്റുമുട്ടുന്നവര്, ഒരുപക്ഷെ നമ്മൾ വിമർശിക്കുന്നവര്, നമ്മളോട് എതിരുന്നവര്. അതുകൊണ്ട് തന്നെയാ നമ്മൾ ഈ ഫ്യൂച്ചർ സാധ്യതയും കൂടെ കണ്ടിട്ട് വേണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ജാഗരിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഇടയായിത്തീരുന്നത്. അല്ല അവര് എന്തെങ്കിലും തർക്കുത്തരം പറഞ്ഞതോ, നമ്മളോട് സംശയം ചോദിച്ചതോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഉത്തരം പറഞ്ഞതോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. അതൊന്നും അല്ല കാര്യം. അതല്ല നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ പ്രിയപ്പെട്ടവരെ. അപ്പൊ ഇതുപോലൊരു കർത്താവ് തെരഞ്ഞെടുത്ത ഈ 12 പേരുടെ ഇടയിൽ ഉണ്ടായ അനൈക്യം, ഹൃദയത്തിൽ പരസ്പരം അകന്നിരിക്കുന്നവര് പിന്നെ പിശാചിനെ ശാസിക്കാൻ പ്രാർത്ഥിച്ചാൽ എങ്ങനെയാ അത് നടക്കുന്നത്? ഒരു പിശാചിനെ ശാസിക്കാൻ പോയിട്ട് ഈ ശാസിക്കുന്നവന്റെ രഹസ്യം പറഞ്ഞിട്ട് അവൻ അവിടെ ജീവനും കൊണ്ട് ഓടിയ ചില അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വലിയ കാര്യത്തെ ശാസിക്കാൻ ചെന്നതാ. എടാ, നീ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ നീ ഇവിടെ വന്നിരിക്കുന്നത്, ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ എന്നെ ശാസിക്കാൻ വന്നേക്കുന്നത്, നീ ആദ്യം നേരെയാകടാ, പിന്നെ എന്നെ ശാസിക്കടാന്ന് പറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ദൈവദാസന്മാര് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ട് കാണും. കാരണം പൗലോസിൽ പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ എന്നും പറഞ്ഞപ്പോൾ അവരുടെ മേൽ ചാടി വീണ് അവരെ കീഴടക്കി കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നീ ആർ? അപ്പം ഈ പറയുന്നത് പോലെ നമുക്ക് ഈ ലോകത്ത് ഒരു അഡ്രസ് ഇല്ലെങ്കിലും ആത്മീയമായിട്ടുള്ള ഒരു അഡ്രസ്സും ആത്മീയമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും ഒരു വ്യക്തിത്വവും ഒക്കെ ദൈവസന്നിധി നമുക്കുണ്ട്. അത് നമ്മൾ ഏറ്റവും ലോകപ്രകാരം വലിയവൻ എന്നുള്ള ഒരു നിലയിലല്ല, മറിച്ച് നമ്മൾ വളരെ ദൈവസന്നിധിയിൽ നമ്മൾ സമയം ചെലവഴിക്കുന്നവരും അവരുടെ വചനം വിശ്വസിക്കുന്നവരും ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ നിൽക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ ഈ വാക്കുകൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, എന്താ ഈ അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എന്ന് പറഞ്ഞതിന്റെ കാര്യം? കാരണം തങ്ങളുടെ ഭാഗത്തേക്ക് വേണ്ടി മാത്രം ചിന്തിക്കുക. ഈ 3 പേരിൽ ആരെങ്കിലും ഒരുത്തൻ വലിയവനായി തീരുമോ? അവരെന്തായിരിക്കും അവിടെ കണ്ടത്? കർത്താവ് അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള വല്ല ഭക്ഷണമോ അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശമോ ഇത് ഈ കൂട്ടത്തിലുള്ളവരുടെ വല്ല കുറ്റമോ പറഞ്ഞു കാണുമോ എന്നൊക്കെയുള്ള ഭീതിയെ നമുക്കറിയാമല്ലോ. നമ്മളൊരു രഹസ്യം ആരോടെങ്കിലും പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത തലവേദന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രഹസ്യം പോയി വേറെ വല്ലവരോടും പറയുവോ? പ്രിയപ്പെട്ടവരെ, പറഞ്ഞിട്ടെ പറയാതിരിക്കട്ടെ,
നമ്മൾക്ക് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മളത് പറഞ്ഞേക്കുന്നത്. അത് എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളത് ആ കേട്ട വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്. അതിന് തക്കവണ്ണം അവൻ ദൈവസന്നിധി പ്രാപിച്ചോളും, ഭാരപ്പെടേണ്ട. നമുക്ക് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയാലുള്ള വിടുതല് നമുക്കറിയാമല്ലോ. പല മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് വരുമ്പോൾ അത് വെളിപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസം നമുക്കറിയാം. എല്ലാം വിളിച്ചു പറഞ്ഞ് നടക്കണമെന്നല്ല പറയുന്നത്. ആത്മീയമായിട്ട് നമ്മളോട് ഉത്തരവാദിത്തപ്പെട്ട ചില വ്യക്തികളോട് ചില ചില വിഷയങ്ങൾ തുറന്നു പറയുന്നത് ആത്മീയമായിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്കും അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലിനും കാരണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കൗൺസിലിംഗ് ആവശ്യമാണ് ചില വിഷയങ്ങൾ. നോക്കിയാട്ടെ, ഞാൻ അതെന്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. അവിടെ നമുക്ക് കാണാൻ കഴിയും അവിശ്വാസം ഉള്ള ഒരു തലമുറ. അപ്പൊ നമുക്കറിയാമല്ലോ, ആര് വലിയവനെന്ന് പറയുന്ന ഒരു സാഹചര്യം, അതിനെ കർത്താവ് തിരിച്ചറിയുകയും ശാസിക്കുകയും ചെയ്യുന്നത് തുടർന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ഈർഷ്യ, അതും ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം. വേറൊരുത്തൻ കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, അവനെ പോയി വിരോധിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, നമുക്ക് എതിരല്ലാത്തവൻ നമുക്ക് അനുകൂലമാണ്, അതുകൊണ്ട് അത് അങ്ങനൊന്നും വിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അന്നേരം ഉണ്ടായ ഒരു ആറ്റിറ്റ്യൂഡാണോ അത്? ഒരുപക്ഷെ അത് കർത്താവ് അവരോട് പറഞ്ഞത് അതിനെ ഒന്ന് ആളിക്കത്തിച്ച് കാണും. കാരണം എടാ, ഞങ്ങളുടെ കൂടെ നടക്കാത്ത ഒരുത്തൻ അത്ഭുതം ചെയ്യുന്നു. ഈ കൂടെ നടന്ന് ഈ കഷ്ടത അനുഭവിച്ച് എങ്ങനെങ്കിലും ഒന്ന് വലിയവരാകാൻ നോക്കുന്ന ഞങ്ങൾക്ക് ഇത് സാധിക്കുന്നില്ല. ഇത് സാധിച്ചിരുന്നെങ്കിൽ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ തന്നെ കർത്താവ് അപ്രൂവ് ചെയ്തേനെ. എന്റെ കൂടെ ഇവരൊക്കെ വന്നെങ്കിലും ഇവിടെ താഴെയായിരുന്നു ശരിക്കുള്ള ലീഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നത്, വിശ്വാസം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ അത് ചെയ്തത് കൊണ്ട് ഞങ്ങളെ സാധിച്ചേനെ എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വലിയൊരു അടിയല്ലേ കർത്താവ് പബ്ലിക്കായിട്ട് പറഞ്ഞേ, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ എന്ന് പറഞ്ഞത്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അങ്ങനെ പറഞ്ഞ് ഇരിക്കുമ്പോൾ ഇതാ ഒരുത്തൻ കർത്താവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ആർക്കെങ്കിലും സഹിക്കുവോ? നമുക്കാണെങ്കിൽ സഹിക്കുവോ? നമ്മുടെ പാർട്ടി സ്പിരിറ്റും അല്ലാത്ത സ്പിരിറ്റും ഒക്കെ പൊങ്ങത്തില്ലേ? അവൻ കൂട്ടായ്മയ്ക്കും വരിക, അവൻ അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നു, വലിയ സ്വതന്ത്രമായിട്ട് സംസാരിക്കുന്നു, അവൻ ഞങ്ങളാരും പറയുന്നതിന് കീഴടങ്ങുന്നില്ല, അവൻ വലിയ ആളാകുന്നു, അവന്റെ വാല് മുറിച്ചിട്ട് തന്നെ കാര്യം എന്നുള്ള ഒരു നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കണേനെ, അവരുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥ കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മാത്രമേ. നോക്കട്ടെ, അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ കടുകുമണിയോ നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. എന്താ ഈ അല്പവിശ്വാസം? നമുക്കറിയാം പല എന്നാൽ ദൈവവചനത്തിൽ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്തിനാ ദൈവം ഈ വിശ്വാസം നൽകിയത്? ദൈവവചന പ്രകാരം നൽകിയത് അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ രോഗം മാറാനോ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം മാറുക എന്നുള്ളതിനേക്കാൾ ഉപരി അത് ജീവനുള്ള ദൈവത്തെ നമ്മൾ അറിയാനാ ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ മുഖാന്തരം ഇടയായി തീരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കടുകുമണിയോളം വിശ്വാസം എന്ന് കർത്താവ് അവിടെ പറയാൻ കാര്യം, ഈ ദൈവവുമായിട്ട് വിശ്വാസത്താൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഏതെങ്കിലും നിലയിൽ ബന്ധമുള്ള ഒരുത്തന്, അത് വലിയ ഇത് കൊട്ടിഘോഷിക്കത്തക്കതൊന്നും അല്ല, ആ ഒരു കണക്ഷൻ അവന് ഈ ജീവന്റെ സ്രോതസ്സായ ദൈവവുമായിട്ട് ഉണ്ടെങ്കിൽ, ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ് അവൻ നിൽക്കുന്നതെങ്കിൽ, അവൻ വിചാരിക്കുന്നത് അവൻ പറയുന്നത് നടക്കും. നമുക്കറിയാമല്ലോ, ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പം എവിടെ അഡ്രസ് ഇല്ലാത്ത ഒരാളായിരുന്നു തിശ്ബിനായ ഏലിയാവ്. നമ്മൾ മുന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തുമാത്രം രോമാഞ്ചജനകമായിട്ടുള്ള ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയോ അദ്ദേഹത്തിന്റെ ജനനം, ഏത് സ്കൂളിൽ പഠിച്ചു, എവിടെ നിന്ന്, ഏത് ബൈബിൾ കോളേജിൽ നിന്ന് പാസ്സായി, അല്ലെങ്കിൽ ഏത് പ്രവാചകന്മാരുടെ സ്കൂളിൽ പഠിച്ചു, ഇതൊന്നും അവിടെ പ്രസക്തമല്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതം വ്യക്തമായിട്ട് അറിയുകയും അത് പരസ്യമായിട്ട് പറയുകയും, ചില ആശാന്മാരൊക്കെ ഇത് ഏലിയാവിനെ അനുകരിച്ചിട്ട് മഴയെ നിർത്തിയിട്ട് മഴ വരുന്നത് ശാസിച്ചിട്ടുണ്ട്. എന്നാൽ അവസാനം പന്തലും ഇതെല്ലാം കൊണ്ട് മഴ കൊണ്ട് ഇതായി ഓടിപ്പോകേണ്ടി വന്നിട്ടുണ്ട്. അത് അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഫാദർ ബെർഗ്മാൻസ് അവിടെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മംഗലാപുരത്ത് വന്ന് വലിയൊരു കോമ്പൗണ്ടിൽ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. അദ്ദേഹം മീറ്റിംഗ് നടത്തുമ്പോൾ വലിയ മഴ വന്ന് പെയ്യുകയും കൊട പിടിച്ചുകൊണ്ട് നിന്ന് അദ്ദേഹം അവിടെ പ്രസംഗിക്കുന്നത് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആ കമ്മിറ്റ്മെന്റിനാണ് ഞാൻ ദൈവത്തെ ആ കൊട പിടിച്ചുകൊണ്ട് നിന്ന് ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുക, പാട്ടുകൾ പാടുക. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പല പാട്ടുകളാണ് അദ്ദേഹം പാടിയിട്ടുള്ളത്. ഒരു 4 ലൈൻ പാടും. മാഹിമയുമക്കെன்றോ മാക്ഷിമയുമക്കെன்றോ മാഹിമയുമക്കെன்றോ മാക്ഷിമയുമക്കെன்றോ
துதியும் புகழும் சோத்திரவும் என் தூயவர் உமக்கென்றோ. துதியும் புகழும் சோத்திரவும் என் தூயவர் உமக்கென்றோ. ஆராதனை ஆராதனை என் நண்பர் இயேசுவுக்கு, മഹിമൈ ഉമക്കെன்றോ. ഞങ്ങൾ ആരാധനയ്ക്കൊക്കെ ഇടയ്ക്ക് പാടുന്ന പാട്ടാ ഇതൊക്കെ. അപ്പം ആ ദൈവഭക്തനെ പറഞ്ഞ ദൈവത്തെ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധമാ പ്രിയപ്പെട്ടവരെ. അല്ലാതെ ഒരു മെന്റൽ പവർ അല്ല ഈ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ തിരിച്ചറിയണം, അത് ദൈവവുമായിട്ടുള്ള ബന്ധപ്പെടാൻ ദൈവം തന്നെ നമ്മൾക്ക് ദൈവ വചന മുഖാന്തരം നമ്മളെ സഹായിക്കുന്ന ഒരു അതിന്റെ പല ആസ്പെക്ടുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ചിന്തിച്ചു. ഇത് നമുക്കൊന്നും അവകാശപ്പെടാനില്ലാതെ ദൈവം ഒരു ഗിഫ്റ്റായിട്ട് മാത്രം നൽകി ഒരു മുട്ട പോലെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് വെക്കുന്ന ഒരു കാര്യമാണോ? ആണെന്ന് പറയാം, അല്ലെന്നും പറയാം. കാരണം ആണെന്ന് എന്തുകൊണ്ടാ പറയുന്നത്? കാരണം നമുക്കറിയാം, രക്ഷയോടുള്ള ബന്ധത്തിൽ നമുക്കുള്ള വിശ്വാസം ദൈവമാണ് അതിന്റെ സിലബസ് നമുക്ക് തരുന്നത്. അതെന്താണ് വിശ്വസിക്കേണ്ടതെന്ന് നമ്മുടെ ഹൃദയത്തിൽ അത് പ്രദീപ്തമാക്കി ദൈവത്തിന്റെ വചന മുഖാന്തരം പരിശുദ്ധാത്മാവ നമുക്കത് അത് പ്രകാശിപ്പിച്ചു തരുന്നത്. നമുക്കറിയാമല്ലോ, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് തന്നെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. അതേസമയം തന്നെ ഈ ദൈവത്തിന്റെ വചനം നമുക്ക് പ്രകാശിപ്പിച്ച് നൽകപ്പെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുകയും ചെയ്യുമ്പോൾ യേസ് ലോർഡ് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ. അതേ കർത്താവേ, ഐ അഡ്മിറ്റ് ഇറ്റ്, ഐ ബിലീവ് ദാറ്റ് ജീസസ് ഡൈഡ് ഫോർ മീ ഓൺ ദ ക്രോസ് ഓഫ് കാൽവറി ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇറ്റ് വാസ് ഫോർ ദ സേക്ക് ഓഫ് മൈ സിൻസ്, ഫോർ ദ റിമിഷൻ ഓഫ് മൈ സിൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷയുണ്ടാവും. അത് എന്തുകൊണ്ടാ വിശ്വാസം ആവശ്യമാണ് എന്ന്, ഏറ്റുപറച്ചിൽ എന്തിനാണ് ആവശ്യമാണെന്നുള്ളതൊക്കെ റോമാലേഖനം 9-ാം അധ്യായം നമ്മൾ 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമുക്ക് എന്തുകൊണ്ട് ഏറ്റുപറച്ചിൽ ആവശ്യമായിരിക്കുന്നു എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ അല്ലാതെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏറ്റുപറച്ചിൽ ഒന്നും പ്രസക്തമല്ല, ഏറ്റു പറയാതെ രക്ഷിക്കപ്പെടാമെന്നൊന്നും അല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാൽ പൂർണ്ണമായും കൃപയാലാണ് കാര്യങ്ങൾ, നമ്മൾ അതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അതേ ദൈവം തന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകളാണ് ഇതൊക്കെ. അപ്പൊ അതിനെയും കൂടെ ഇന്റർപ്രറ്റ് ചെയ്ത് മറിക്കാനായിട്ട് നമുക്ക് അവകാശമുണ്ടോ? അത് ഇച്ചിരി അധിക പ്രസംഗമാണെന്നേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ശരി, ലോജിക്കൊക്കെ വെച്ച് നോക്കുമ്പം അങ്ങനെ പറഞ്ഞാൽ കൃപയല്ലാതായി പോകും, അതുകൊണ്ട് അത് പറ്റത്തില്ല എന്നൊക്കെ നമുക്ക് പറയാം. അല്ല, ഈ വിശ്വാസത്താലാണ് നമ്മുടെ രക്ഷ, തന്റെ കൃപയാൽ മാത്രമാണ്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുന്ന അതേ ദൈവം പറയുകയാണ്, വിശ്വാസത്തിന് അനുസരണമായിട്ട് ചില എക്സ്പ്രഷൻസ് നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അബ്രഹാം വിശ്വസിച്ചു, തന്റെ മകനെ സമർപ്പിച്ചു. ആ പ്രവൃത്തി മുഖാന്തരമല്ലോ അവന്റെ വിശ്വാസം പൂർണ്ണമായി തീർന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പം അത് അങ്ങനെ അല്ല എന്ന് നമ്മുടെ ലോജിക്ക് വെച്ച് പറയാൻ നമ്മൾ ആരാ? അങ്ങനെ പറയുന്നവരല്ലേ ദൈവവചനത്തെ കൂട്ടിക്കളയുകയും ദൈവവചനത്തോട് മത്സരിക്കുകയും ചെയ്യുന്ന ആൾക്കാര് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്ര സിമ്പിൾ, അല്ലാതെ കൂടുതൽ ഫിലോസഫി ഒന്നും എനിക്ക് പറയാനില്ല. ഇതൊക്കെ പറയുന്നതിന്റെ പേരിൽ ഇങ്ങനെ പലരും എതിർക്കുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും ജെയ്ലി ബ്രദറിന്റെ ഇത് എനിക്ക് അറിയാവുന്ന പറയാൻ പോലും മടിക്കുന്ന ഒത്തിരി പേരുണ്ട്. അല്ലെങ്കിൽ ക്രിസ്ത്യൻ ചർച്ചിനെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് നടക്കുന്നവരുമുണ്ട്. എന്നാൽ തൽക്കാലത്തേക്ക് അവരൊക്കെ പറഞ്ഞോട്ടെ, ഒരു കുഴപ്പവും ഇല്ല. നമ്മളെ അറിയാവുന്ന സഹോദരങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ. എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും നമ്മൾ അങ്ങനെ അല്ല എന്നുള്ളത് പലർക്കും അറിയാം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇനി അങ്ങനെയല്ല, കുറച്ചു നാൾ അങ്ങനെ അപവാദത്തിന് അടിമപ്പെട്ട് നമ്മൾ ജീവിക്കേണ്ടി വന്നാലും, ശുശ്രൂഷയൊക്കെ അങ്ങ് ചുരുങ്ങി ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വന്നാലും ഇത്തരം കാര്യങ്ങൾ ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കും, യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ പറയുക, നിങ്ങളുടെ അവിശ്വാസം നിമിത്തം, കഴിഞ്ഞ ദിവസം തന്നെ അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയെ. അപ്പൊ വിശ്വാസം എന്ന് പറയുമ്പം അതിൽ നമ്മളെ സഹായിക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. വിശ്വാസം മുഖാന്തരം അൾട്ടിമേറ്റ് ആയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് രോഗസൗഖ്യമോ മറ്റ് വിടുതലുകളോ അല്ല. അതിനേക്കാളും അസാധ്യമെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നുന്ന പാപിയായിരിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ നിത്യതയ്ക്ക് ഓഹരിക്കാരനാകുകയും ചെയ്യുന്നത് തന്നെയാണ് ദൈവവചനത്തിൽ പറഞ്ഞിടത്തോളം ഏറ്റവും വലിയ അത്ഭുതം. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സന്തോഷിപ്പിനെന്ന് പറയുമ്പോഴും, തുടർന്ന് 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോഴും അവിടെ കാണാം, പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു വ്യക്തി അവൻ
ആ സുവിശേഷത്തിൽ വിശ്വസിച്ച് അവൻ അതേ സമയം ക്രിസ്തുവിനെ പോലെ പരിശുദ്ധനാണെന്നുള്ള ഒരു നിലയിലേക്ക് അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അനുഭവം, അവൻ രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും എന്ന് പറയുമ്പം യശശരീരനായിട്ടുള്ള കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ടി ജി ഉമ്മച്ചനപ്പച്ചൻ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ ആഴം എന്താ? പാപിയെ ആ പാതാളത്തിൽ നിന്ന് നേടിയതായിട്ടുള്ള ഇത്, ആ ആഴം. ഉയരം എന്തുവാ? അത് ഉയരം എന്ന് പറയുന്നത് അവനെ സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തിയ ഉയരം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം എൻ്റെ ഉണ്ട്. അദ്ദേഹം എഫേസ്യർ എന്ന ലേഖനത്തിൽ എഴുതിയിട്ടുള്ള ഒരു കമന്ററി, ചെറിയ ഒരു മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കമന്ററി ആണെങ്കിലും തന്റെ ഭക്തന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തത് ഓർക്കുക. ഇതാണ് ദൈവം നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തിട്ട് നമ്മളോട് പറയുന്നത്. ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനേക്കാളും അട്രാക്റ്റീവായിട്ട് ഇനി വേറെ ഒന്നും കാണിക്കാനില്ല. ഒരു പാപിയുടെ മനസ്സ് അലിയത്തക്കവണ്ണം രക്ഷിതാവിനെ കാണുക പാപി എന്ന് അവന്റെ ഹൃദയം തകരത്തക്കവണ്ണം ദൈവസ്നേഹത്തിന്റെ ഒരു കനിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കും. ഇതുപോലൊരു സ്നേഹം ഇതിനു മുന്നേ കണ്ടിട്ടില്ല, ഇതുപോലൊരു സ്നേഹം കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്കവണ്ണം, അതുപോലെ ഏത് പാപിയുടെയും മനസ്സ് ഉരുക്കത്തക്കവണ്ണം മണ്ണിനും വിണ്ണിനുമായി നടുവിൽ ഇരുകള്ളർ നടുവിൽ ഗൊൽഗോഥ മുകളിൽ ചങ്കില രക്തം ഊറ്റിക്കൊടുത്തു പാപിയെ നേടാൻ പാടുപെട്ടു അലറിക്കരഞ്ഞ കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ ഈ ഉദാത്തമായ മാതൃകയല്ലാതെ, ഉദാത്തമായ ആ കാഴ്ചപ്പാടല്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇനി വേറൊന്ന് നമ്മൾ അതിനേക്കാൾ കൂടുതലൊന്നും നമ്മളോട് പറയാനായിട്ടില്ല, വെളിപ്പെടുത്തി തരാനായിട്ടുമില്ല. നോക്കിയാട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന ഇത് ഞാൻ ഇവിടെ നിർത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. അവിടെ വായിക്കുന്നു, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ. പ്രിയപ്പെട്ടവരെ, ഈ ജീവനുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെടാനും ഈ ദൈവത്തിന്റെ അഭവമായ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനും കഴിയുന്നത് ഒരുപക്ഷെ മല നീങ്ങിപ്പോകുന്നതിനേക്കാളും വലിയൊരു വിശ്വാസമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പാപത്തിൽ ജീവിച്ച് പല പ്രാവശ്യം പാപത്തിൽ നിന്ന് ജയം പ്രാപിക്കാൻ ആഗ്രഹിച്ചിട്ടും കഴിയാതെ പിന്നെയും പിന്നെയും അതിന് അടിമയായി തന്നെ വീണുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഈ പാപത്തിന്റെ ആ വലിയ ആ ചുമടിൽ നിന്ന്, പാപത്തിന്റെ ഭാരത്തിൽ നിന്ന് വിടുവിച്ച് അവൻ ഒരു പാപം പോലും ചെയ്തിട്ടില്ല എന്നുള്ളൊരു നിലയിൽ ഒരു നിർമ്മല മനസാക്ഷി നൽകാനായിട്ട് ഈ സുവിശേഷത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. കാൽവരി ക്രൂശിലെ ക്രിസ്തുവിന്റെ യാഗത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് കർത്താവ് തന്നെയാണ്. അതിലൊന്നും നമുക്ക് അവകാശപ്പെടാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ നിലയിലുള്ള ഒരു രൂപാന്തരം, ഈ നിലയിലുള്ള ഒരു വ്യത്യാസമാ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കും. മലയെ നീക്കാൻ തക്ക വിശ്വാസം, നീങ്ങിപ്പോകാൻ. When we stand with God, as somebody said, a man standing with God is a majority എന്ന് ഏതോ ഒരു ദൈവഭക്തൻ പറഞ്ഞിട്ടുള്ള പോലെ, ദൈവത്തോടു കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ he forms the majority. ഭൂരിപക്ഷം അവനാ. കാരണം അവന്റെ കൂടെ സകലത്തിന്റെയും സൃഷ്ടിതാവായിട്ടുള്ള ദൈവമുണ്ട്. ഈ ദൈവത്തെ ഉപയോഗിച്ച അവൻ കാര്യങ്ങൾ ചെയ്യുന്ന, അല്ല മെന്റൽ പവർ കൊണ്ടല്ല അവൻ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് തന്നെ അങ്ങ് ഇൻകൾക്കേറ്റ് ചെയ്തെടുക്കാവുന്ന എന്തോ ഒരു പ്രത്യേക സാധനമല്ല ഈ വിശ്വാസം. ഇത് ഈ ജീവനുള്ള ദൈവത്തോട് ബന്ധപ്പെടാനും ഈ ജീവനുള്ള ദൈവം ആരാണെന്നും അറിയുന്നത് നിമിത്തം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സിമ്പിളായിട്ടുള്ള ചില തീരുമാനങ്ങളും സിമ്പിളായിട്ടുള്ള ചില അനുഭവങ്ങളും തന്നെയാണ് വിശ്വാസം. അതിന് നമ്മുടെ മനസ്സിനെ ടോർഷൻ ചെയ്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഒന്നുമില്ല. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. കടുകുമണിയോളം വിശ്വാസമുണ്ട്. ഈ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ, അതാ ഞാൻ നേരത്തെ ഇലക്ട്രിക് സോഴ്സ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ, സകല ശക്തിയുടെയും മഹത്വത്തിന്റെയും സകല രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതല്ലോ എന്ന് ആരെക്കുറിച്ച് പറയുന്നു? ഈ കർത്താവിനുമായിട്ട് ഒരു ബന്ധം, ഈ വിശ്വാസത്താൽ അവനുമായിട്ട് ബന്ധപ്പെടുവാനും എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാനും കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ബില്ലി ഗ്രഹാമോ വേറെ ആരോ പറഞ്ഞു, the world is yet to see what God is going to accomplish through a man who is fully surrendered to him. ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം വെച്ച് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ലോകം ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ, പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ മല മാറുന്നതല്ല പ്രശ്നം, മലയെക്കാളും വലിയൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ദൈവവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയും നമ്മുടെ പാപത്തിന് പരിഹാരം ജീവിതത്തിൽ ഉണ്ടാകുകയും ഈ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുകയും അവന് നമ്മളെക്കുറിച്ചുള്ള നിത്യതയെക്കുറിച്ചുള്ള പദ്ധതികൾ തിരിച്ചറിയുകയും ചെയ്യുക തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പൂർണ്ണമായിട്ട് ദൈവകൃപയിൽ ശരണപ്പെട്ട്
ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ എന്ന് നമ്മൾ ശോധന ചെയ്തുകൊണ്ട്, നമുക്കറിയാമല്ലോ ഈ ചിലപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പല യന്ത്രങ്ങളും പ്രവർത്തിക്കത്തില്ല എന്നുള്ളത് നമുക്ക് എന്ന് പറഞ്ഞതുപോലെ ആകരുത്. ശിംശോൻ അത് കുടഞ്ഞു കളയാൻ നോക്കി, മുമ്പത്തെ പോലെ കുടഞ്ഞു കളയാൻ നോക്കി, ശക്തി അവനെ വിട്ടുപോയത് അറിഞ്ഞില്ല. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധവും ദൈവവുമായിട്ടുള്ള ആ ചേർച്ചയുമാ ഒരു വ്യക്തിയെ ശക്തനാക്കുന്നത്, ബുദ്ധിമാനാക്കുന്നത്, അവന് ദൈവം നൽകിയിട്ടുള്ള പല റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് ഇടയായി തീരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുകയും, അത് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുന്നത് പോലെ തന്നെ അത് നമ്മൾ ദൈവത്തിന് കീഴടങ്ങുന്ന ഒരു അനുഭവമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിൽ മുന്നേറാനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കും.